എക്സാക്ട്ലി. ചിലപ്പോ അങ്ങനൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. വേറൊന്നുമില്ല, ആവശ്യമുള്ളവരും ഇല്ലാത്തവരും സംഘടിക്കുന്ന അങ്ങനെ കുറച്ച് പേരുണ്ടല്ലോ. യു മീൻ പ്രതിഷേധം, ജാഥ? ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ കർഷകരുടെ കാര്യമായതുകൊണ്ട് മീഡിയാസിനൊക്കെ അതൊരു പ്രത്യേക ഉണർവായിരിക്കും. അതൊന്നും നമ്മളെ ബാധിക്കില്ല സർ. നമ്മൾ പണം കൊടുത്തിരിക്കുന്നു, നമ്മൾ പണം തിരിച്ചെടുക്കുന്നു. മാറ്റർ തന്നെ. വിപിൻ കാര്യം പറഞ്ഞപ്പോ ഞാൻ അത് JRന് ഫോർവേഡ് ചെയ്തു. JR വരുന്നുണ്ടോ? യെസ്. ഇത്ര പെട്ടെന്ന് JRന് വരവ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇറ്റ്സ് എ സ്പെഷ്യൽ കേസ്. സാധാരണ ഇത്ര നടപടിക്ക് JR നേരിട്ട് വരാറില്ല. പക്ഷെ ഇപ്പൊ JRനെ നമ്മുടെ പാർട്ട്നേഴ്സ് പലരും കണ്ടിട്ടില്ല. വിപിൻ ദൈവവിശ്വാസിയാണോ? അതെ. ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാവർക്കും JRനെ മതി, പക്ഷെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. എനിവേ ഹീസ് ഓൺ ദ വേ. റിയലി? യെസ്. ഡയറക്ട്ലി JR ഹരിയുടെ അടുത്തേക്കാ വരുന്നേ. സോ എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. ഇനിയെല്ലാം JR വന്നിട്ട്. ഹരി, പോരുമ്പോ ഞാൻ ഇവരോട് സംസാരിച്ചിരുന്നു. ഹരി എടുക്കുന്ന ഒരു തീരുമാനത്തിനും ഇവർക്ക് ആർക്കും ഒരു എതിർപ്പുമില്ല. ഹരി, വീണ് കിടക്കുന്ന ഞങ്ങൾക്ക് ഒരു കൈത്താങ്ങായിട്ടാ ഹരി വന്നത്. ഓരോ ഓണെങ്കിലും നിറച്ചുണ്ടത് മോൻ കാരണ. ഹരിയുടെ കൂടെ ഞങ്ങൾ എപ്പോഴും കാണും. മോനെ, ഞങ്ങൾക്ക് കടവും ബാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവർക്കും 2 സെന്റും 3 സെന്റും ഒക്കെ വെച്ചുണ്ട്. അതെവിടെയെങ്കിലും കൊണ്ടുവച്ച് മോനെ എടുത്താ പോലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഏയ്, അതൊന്നും വേണ്ടമ്മേ. ഇതിപ്പോ അല്ലാതെ തന്നെ നമുക്ക് ശരിയാക്കാൻ നോക്കാം. എന്റെ വസ്തുവകകളും ഈട് വെച്ചിരിക്കല്ലേ, അത് പോയാ പോട്ടാന്ന് വെക്കും. നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടേ പറ്റൂ. ഞാനൊരു തീരുമാനം പറയാം. നമുക്കെതിരെ കമ്പനി നിയമ നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ തടയാൻ മാർഗങ്ങളൊന്നുമില്ല. പക്ഷേ അവർ കേസ് കൊടുത്തതിന്റെ പേരിൽ നമ്മൾ പാടത്തിറങ്ങുന്നതോ മറ്റോ തടയാൻ ശ്രമിച്ചാൽ അത് നമ്മൾ പ്രതിരോധിക്കണം. അല്ല, ഈ JR എന്നൊരാളെ കുറിച്ച് അവര് വാതോരാതെ പറയുന്നൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് അയാളുടെ എഴുന്നള്ളത്ത് ഒരു പക്ഷെ ഉണ്ടാവും. അങ്ങനെയുള്ളവര് എല്ലാരെയും അടിച്ചമർത്താന്ന് പറഞ്ഞിട്ടാ വരിക. അങ്ങനൊരു വരവ് വന്നാ ദേ, നിങ്ങള് തൊഴിലാളികളുടെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. ഞങ്ങള് പാടത്ത് തന്നെ ഉണ്ടാവും. ഞങ്ങളെ കൊന്നിട്ടല്ലാതെ ഒരാളും പാടത്തേക്ക് ഇറങ്ങില്ല. വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല. അവർക്ക് പിൻബലം ഒരുപാടുണ്ട്. അതുകൊണ്ട് കൃത്യമായി ആലോചിച്ചിട്ടേ മറുപടി പറയാവൂ. എനിക്കിനി എങ്ങനെ ആലോചിക്കാനൊന്നുമില്ല. മതി, നിങ്ങളുടെ ഐക്യവും പിന്തുണയും മതി. ഇനി JR അല്ല, അതിന് മുകളിൽ ഏത് കൊല കൊമ്പൻ വന്നാലും അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് ഫെയിലായി? മാർക്കറ്റുമായിട്ടൊന്ന് പൊരുത്തപ്പെടാനുള്ള പ്രശ്നം. ഓക്കെ സ്വാമി, സർ, ഏതോ 2 ലാൻഡ് ഓണേഴ്സ് ഉണ്ടായിരുന്നല്ലോ ഗ്യാരണ്ടീസ് ആയിട്ട്. ഒന്ന് ഇദ്ദേഹമാണ്, അടുത്തത് ഈ നിൽക്കുന്ന രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ? വാ, ഞാൻ എന്ത് ചെയ്യാനല്ലേ, നമ്മൾ ചിലത് പ്രതീക്ഷിക്കും, കാലം ചിലത് വിധിക്കും. ബിസിനസ്സിൽ മാത്രമല്ല,
എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെ. സ്വാമി, സാക്ഷികളായി ഒപ്പിട്ട 2-3 സ്ത്രീകളുണ്ടല്ലോ, അവർ ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ട് സർ. ഈ നിൽക്കുന്ന സുജാത, ഇത് നിത്യ, ഇത് പിന്നെ സാവിത്രി. മിസ്സിസ് സുജാത നിത്യ. പൊതുവെ സ്ത്രീകളോട് ബഹുമാനമുള്ള ആളാ ഞാൻ. സ്ത്രീകൾ കഷ്ടപ്പെടുന്നതോ വേദനിക്കുന്നതോ ഒരു കാരണവശാലും എനിക്ക് ഇഷ്ടപ്പെടില്ല. ഓക്കെ സ്വാമി, ഗെറ്റ് മീ ദ ലോൺ ഡീറ്റെയിൽസ്. ഓക്കെ സർ, എടുക്കാം.